CPM ഒരു പ്രത്യേക പാർട്ടിയാണ്. ആ പാർട്ടി വിട്ട് ആരും പുറത്തു പോകാൻ പാടില്ല. ഒരിക്കൽ അതിനകത്ത് കയറിക്കൂടിയാൽ അവിടെ തന്നെ നിന്നോണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി, പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നി പുറത്തേക്ക് പോയാലോ അവരുടെ മുട്ടുകാല് തല്ലി ഒടിക്കും, അല്ലെങ്കിൽ കയ്യും കാര്യം തല്ലി ഒടിച്ച് അവിടെ ഇടും എന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെ പോകുന്നവരെ ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈ എന്ന പ്രയോഗം ഉപയോഗിച്ചാണ് അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ വർഗവഞ്ചക എന്ന് ചാപ്പകുത്തും. രക്തസാക്ഷി ഫണ്ട് അടക്കം പാർട്ടിയുടെ പണം അപഹരിച്ചവർക്കെതിരെ, മോഷ്ടിച്ചവർക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ, അത് ജില്ലാ നേതൃത്വത്തിനാവട്ടെ സംസ്ഥാന നേതൃത്വത്തിനാവട്ടെ, ആർക്കെങ്കിലും പരാതി കൊടുത്താൽ ആ നേതാക്കള് ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ അനങ്ങുകയാണ്. അതായത് പരാതിക്ക് വിധേയനായവൻ സ്വന്തക്കാരനാണെങ്കിൽ, അതേസമയം പാർട്ടിയുടെ നന്മയെ കരുതി പരാതി കൊടുത്തവൻ പാർട്ടിക്ക് പുറത്താവുകയും ചെയ്യും, അല്ലെങ്കിൽ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയാവും. പാർട്ടി പിരിച്ച ഫണ്ട് അത് ഒരു സാധാരണ ഫണ്ടല്ല. അതിനകത്ത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചതുണ്ട്, ഒപ്പം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട്, ആ കേസ് നടത്താൻ വേണ്ടി സമാഹരിച്ച തുകയുണ്ട്. ആ പണാപകരണത്തിനെതിരെ ആരെങ്കിലും പരസ്യമായിട്ടൊരു പ്രകടനം നടത്തിയാൽ അവരെ അടിച്ചൊതുക്കും, തച്ചു തകർക്കും. മേലാലിനി ഈ പ്രകടനവുമായി വന്നാൽ ഇതിൽ പരമായിരിക്കും അതിനുള്ള ശിക്ഷ എന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അതേസമയം ശശി തരൂരിനെ പോലൊരാളെ പാർട്ടിയിലേക്ക് കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം LDFിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഓഫീസ് നേരം വെളുക്കോളം കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ കാത്തിരിക്കുകയും ചെയ്യും. ഇതാണ് CPMന്റെ പ്രത്യേകത. ഇതൊക്കെ കാണുമ്പോഴേ CPMന് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്നാണ് തോന്നുക. ഈ വക അതിക്രമങ്ങൾ, അതായത് 3 മാസം കഴിയുമ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണെന്നുള്ള ബോധ്യം ആ പാർട്ടിക്കോ ആ പാർട്ടിയുടെ നേതാക്കൾക്കോ, അത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും ജില്ലയാണെങ്കിലും ഏരിയ ആണെങ്കിലും, അവർക്കൊന്നും ആ ബോധ്യം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുക. പയ്യന്നൂർ MLA TI മധുസൂദനൻ, അദ്ദേഹം പാർട്ടിയിലെ നേതൃത്വത്തിന് വേണ്ടപ്പെട്ട ഒരാളാണ്, മാനസപുത്രനാണ്. അദ്ദേഹത്തിനെതിരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള പണം മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്നും അല്ല. അവരുടെ പാർട്ടിയിലെ തന്നെ വളരെ പ്രധാന ഒരു നേതാവ്, ജില്ലാ കമ്മിറ്റി അംഗം, ഈ ഫണ്ടിന്റെ കണക്കുകൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട, ഓഡിറ്റ് ചെയ്യാനായി പാർട്ടി നിയോഗിച്ച V കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹം കണക്ക് പരിശോധിച്ചപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മധുസൂദൻ എന്ന് പറയുന്ന പാർട്ടി MLA വലിയ തോതിലുള്ള പണാപഹരണം നടത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത്. ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹം അത് പാർട്ടിയിൽ ആദ്യം പറഞ്ഞു, നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ്, ഇവരടക്കമുള്ള നേതാക്കളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, പരാതി നൽകി. പക്ഷെ ഒരു കമ്മീഷനെ വെച്ചിട്ട് ഈ കേസ് തേച്ചുമാച്ചു കളയുകയാണ് നേതൃത്വം ചെയ്തത്. ആരോപണ വിധേയനായവനെ പാർട്ടി തലോടുന്നു, അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച ആളിനെ, പരാതി പറഞ്ഞ ആളിനെ അടിച്ചു പുറത്താക്കുന്നു. അതാണ് ഇപ്പൊ CPMല് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മധുസൂദന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാർച്ച് നടത്തി. അവിടെ ആവശ്യം വളരെ നിസ്സാരപ്പെട്ട ഒന്നായിരുന്നു. ഇത് പൊതുഫണ്ട, പാർട്ടി ഭരിച്ചതാണെങ്കിലും പാർട്ടി ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന്, പാർട്ടിയുടെ ഒരു ആസ്ഥാന മന്ദിരം പണിയുന്നതിനൊക്കെ പിരിച്ചതാണ്. അതാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആവശ്യം. അവര് പയ്യന്നൂരിൽ ഒരു പ്രകടനം നടത്തി. ഈ രാജ്യത്ത് പ്രകടനം നടത്താനൊക്കെ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതാണ്. CPMനും കോൺഗ്രസിനും BJPക്കും ഒക്കെ ആ സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച്, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ഈ ചെറുപ്പക്കാര് ഒരു പ്രകടനം നടത്തിയതേ ഉള്ളൂ. CPMക്കാർ അവരെ നേരിട്ടു, അടിച്ചു ചതച്ചു. അതിനുശേഷം പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി പറഞ്ഞത്, ഇനിയും ഈ വഴിക്കെങ്ങാനും വന്നാൽ, പ്രതിഷേധ പ്രകടനവുമായി വന്നാൽ, ഇനി കിട്ടാൻ പോകുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല, നേരെ എഴുന്നേറ്റ് വീട്ടിലോട്ട് പോകത്തില്ല. ഇത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറയുകയാണ്, പരസ്യമായിട്ട് പറയുകയാണ്. ഇടുക്കിയിൽ എന്ത് നടന്നത്? ദേവികുളത്തെ MLA ആയിരുന്നു S രാജേന്ദ്രൻ, അങ്ങേര് BJP ചേർന്നു. 2-3 തവണ MLA ആയിരുന്ന ആളാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ പാർട്ടി കൊടുക്കാവുന്ന സ്ഥാനങ്ങളൊക്കെ കൊടുത്ത ആളാണ്. പക്ഷെ പെട്ടെന്നൊരു പൂതി, ഇടുക്കിയുടെ വികസനത്തിന് പുള്ളിക്കാരൻ BJP ചേർന്നാലേ പറ്റത്തുള്ളൂ. അങ്ങേര് ചേർന്നു. പാർട്ടിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, MM മണിയുമായിട്ടൊക്കെ എന്തെങ്കിലും ഏനക്കേടുണ്ടാവും, രസക്കുറവുണ്ടാവും, അതായിരിക്കാൻ കാരണം. നമുക്കതൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മാരാർ ഭവനിൽ വന്നിട്ട്
BJP-യുടെ ഒരു അംഗത്വം എടുത്തു. അപ്പോഴേക്ക് MM മണിക്ക് ഹാലിളകി. അത് പാർട്ടിക്ക് ഹാലിളകി തന്നെയാണ്. കമ്മിറ്റി കൂടുന്നു. പിന്നീട് മൂന്നാർ ടൗണിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം. അതിലെന്തുവാ നമ്മുടെ MM മണി ആശാൻ പറഞ്ഞത്? S രാജേന്ദ്രന്റെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന്. മര്യാദയ്ക്ക് പെൻഷനും വാങ്ങിച്ച് ഭാര്യയുമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, അല്ലെങ്കിൽ പണ്ടു ചെയ്തതൊക്കെ ഞങ്ങൾ ഇനിയും ചെയ്യും, അതൊന്നും മറന്നിട്ടില്ലെന്ന് പണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ എതിരാളികളെ ഞങ്ങൾ തട്ടിക്കളഞ്ഞു എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാ. അവിടെ സർക്കാരിനെതിരായിട്ട് സമരം നടത്തിയ പെമ്പിളെ ഒരുമൈ എന്ന് പറയുന്ന സംഘടനയിലെ പാവപ്പെട്ട സ്ത്രീകളെ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതാണ്. ചേട്ടാ, CPM-നെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റുമോ? അല്ലെ CPM നയിക്കുന്ന ഗവൺമെന്റിനെതിരെ അവിടുത്തെ തൊഴിലാളി സ്ത്രീകള് സമരം നടത്തുകയോ? അവരെ പറ്റി എന്തൊക്കെ വേണ്ടാധീനങ്ങളാണ് ഈ മനുഷ്യൻ പറഞ്ഞു വരുത്തിയത്. ഈ സമ്മേളനത്തില്, ഈ വിശദീകരണ യോഗത്തില് അദ്ദേഹത്തിന്റെ നാട്ടുമൊഴി വായുവഴക്കം അതെങ്ങനെ പ്രവഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങള്. ഈ രാജേന്ദ്രൻ ഇനി RSS-ലോ BJP-യിലോ ഏത് പൂനായി ചേർന്നാലും ഞങ്ങൾക്ക് ഒരു പുല്ലുമില്ല. അതാണ് മണിയാശാൻ പറഞ്ഞത്. തീർത്ത് കളയുന്ന മട്ടില് ആംഗ്യഭാഷയിൽ എന്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ടിപ്പോ സംസാര ഭാഷയുടെ കൂട്ടത്തിൽ അത് ചേർക്കാൻ പറ്റുന്നില്ല. ഉദ്ദേശം അതാണ്. രാജേന്ദ്രനെ കാണും മിണ്ടിപ്പോയാൽ തീർത്തുകളയും, തട്ടിക്കളയും. ആരാ പറയുന്നത്? MLA, സ്ഥല MLA, പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ആള്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആള് മണിസഖാവ് പറയുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയതിന്റെ പേരില് ഒരുത്തിനെ തീർത്തു കളയുമെന്ന്. എന്തൊരു രാജ്യമായത്, എന്തൊരു പാർട്ടിയായത്! ഈ 21-ാം നൂറ്റാണ്ടിലും ഈ വക ചിന്തകളുമായിട്ടിരിക്കുന്ന ഒരു പാർട്ടി, അതിന്റെ നേതാക്കള്, അവരെ പറ്റി നമ്മൾ എന്ത് പറയാനാ? പാർട്ടി നൽകിയ ആനുകൂല്യങ്ങൾ വാങ്ങി എണ്ണിയിട്ട് ഇനിയും പാർട്ടിയെ വെല്ലുവിളിക്കാനാണ് വരുന്നതെങ്കിൽ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങള് മടിക്കുകയില്ലെന്ന്. എന്താ ഈ പഴയ കാര്യങ്ങള്? എന്തിനെ പറ്റിയാണ് മണിയാശാൻ ഇങ്ങനെ പറയുന്നത്? മൂന്നാറിലെ ജനങ്ങളോട്, ജനങ്ങളുടെ മുമ്പിലാണ് പറയുന്നത്. പൊതുയോഗം വിളിച്ചു കൂട്ടിയാ പറയുന്നത്, അല്ല കമ്മിറ്റിയിലല്ല. അല്ല ശ്രീ പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാഷ്, നിങ്ങൾ ഈ നേതാക്കളെയൊക്കെ കയറൂരി വിട്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം, ആരെയും വെല്ലുവിളിക്കാം. ഒരിടത്ത് അടിച്ചു ശരിപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് മറ്റൊരു നേതാവ്, മന്ത്രി തന്നെ, സജി ചെറിയാൻ, അദ്ദേഹം ഒരു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുക. 3 മാസം കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്ന് ബോധ്യമൊന്നും നിങ്ങൾക്കില്ലേ? ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാ? CPM എന്ന് പറഞ്ഞ പാർട്ടിയാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിർവഹിക്കുന്നത്? നിങ്ങളെ പേടിച്ച് ആർക്കും വഴി നടക്കാൻ പറ്റില്ലെന്നാണോ? അല്ലെങ്കിൽ വഴി നടക്കണ്ടെന്നാണോ? ഞങ്ങൾ മതിയെന്നാണോ? ഞങ്ങളുടെ തീട്ടൂരങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊള്ളണമെന്നാണോ? ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെതിരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഹാലിളകുന്നത്? പയ്യന്നൂരിൽ എന്താ സംഭവിച്ചത്? പാർട്ടി ഫണ്ട് അപഹരിച്ചതിനെതിരെ നടപടി വേണമെന്ന് ഒരു മനുഷ്യൻ, ആ പാർട്ടിയിലെ 50 കൊല്ലം പ്രവർത്തിച്ച ഒരാള് പറഞ്ഞതാണോ കുറ്റമായത്? അല്ലാതെ പണം കവർന്നതല്ല കുറ്റം. നിങ്ങൾക്ക് 3-4 മാസം കഴിഞ്ഞാല് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനിരിക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടെ എന്നുള്ളത് മറക്കരുത്. കേരളത്തിലെ ജനങ്ങൾ അതിന്റെ സൂചനകള് തന്നു കഴിഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് നിങ്ങളെ അവർ മാറ്റി നിർത്തി. നിങ്ങൾക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇത് ജനങ്ങളുടെ വികാരമാണ്. നിങ്ങളുടെ ഈ ധിക്കാരവും ധാർഷ്ട്യവും തണ്ടുമുണ്ടല്ലോ, ഈ അഹങ്കാരം, അത് കാണുമ്പോഴാണ് ജനങ്ങൾ അകന്ന് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇതുവരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഓരോ വീടും കയറി സമസ്താപരാധങ്ങൾ ഏറ്റുപറയുകയും അവിടെ അടുക്കളയിൽ ചെന്ന് എച്ചിരി പാത്രം കഴുകി കൊടുക്കുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് MM മണിയും പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും സജി ചെറിയാനും ഒക്കെ ഇത് പറയുന്നത്, നാട്ടുകാരെ വെല്ലുവിളിക്കുന്നത്, അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് എന്ന കാര്യം പാർട്ടിയുടെ നേതാക്കള് മറക്കരുത്. കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ധാരാളം ആളുകള് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. തൊട്ടുമുമ്പ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് അങ്ങനെ വന്ന ആളല്ലേ? KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KP അനിൽകുമാർ വലിയ പദവികൾ കൊടുത്തല്ലോ. ഒഡോപ്പക്ക് അങ്ങനെ എന്തൊക്കെയോ കൊടുത്തല്ലോ. ശോഭന ജോർജ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായില്ലേ? ഇപ്പൊ ഔഷധിയുടെ തലപ്പത്തില്ലേ? ഫിലിപ്പോസ് തോമസ് മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തെ നിങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ലേ പാർട്ടി വിട്ടു വന്നപ്പോ? അപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇവരുടെ ആരുടെയെങ്കിലും കയ്യും കാര്യം തല്ലിയൊടിക്കും എന്ന് പറഞ്ഞോ? പാർട്ടി തന്നതൊക്കെ വാങ്ങി എണ്ണിയിട്ട് ഇപ്പൊ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. പ്രൊഫസർ KB തോമസിന് നിങ്ങൾ വളരെ മാന്യമായ ഒരു സ്ഥാനം നൽകിയില്ലേ? ഇതൊക്കെ എന്താ നിങ്ങൾ മറന്നു പോകുന്നത്? അപ്പൊ CPM-ൽ നിന്ന് ആരെങ്കിലും ചെന്നാല് ഉടനെ വർഗവഞ്ചകയായും. ഐഷ പോറ്റിയെ, എത്രയോ വർഷം ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളിനെ, 2 തവണ MLA ആയിരുന്ന ആളിനെ അവഗണിക്കപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ അവര് പാർട്ടി വിട്ടുപോയി. വർഗവഞ്ചക എന്നാണ് വിശേഷിപ്പിച്ചത്. പാർട്ടി ഫണ്ടിന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണനെ എതിരാളികളുടെ കയ്യിലെ കോടാലിക്കൈ, മനോഹരമായ പദപ്രയോഗങ്ങളാണ്. ആ പാർട്ടി ഇന്നലെ ഒരു പകൽ ശശി തരൂർ LDF-ലേക്ക് വരുമെന്ന് മോഹിച്ച് സ്വപ്നം കണ്ട് പാർട്ടിയുടെ കഥകൾ തുറന്നിട്ട് കാത്തിരിക്കുകയായിരുന്നില്ലേ? എത്ര നാണം കെട്ട ഒരവസ്ഥയാ! ഒന്നാലോചിച്ച് നോക്ക്.
നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി ഇരിക്കുന്നതിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് BJPയെ, മോദിയെ സ്തുതിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ പരിഹസിച്ചിട്ടില്ലേ ശശി തരൂരിനെ? ഇന്നലെ ഏതോ ഒരു ഓൺലൈൻ പത്രത്തിൽ അദ്ദേഹം LDFിൽ ചേരാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. ഉടനെ നമ്മുടെ ചാനലുകളെല്ലാം അതങ്ങ് ഏറ്റെടുത്തു. ഞായറാഴ്ചയില്ലയോ, വലിയ വാർത്തകളൊന്നുമില്ല, അപ്പൊ എന്തെങ്കിലും വെച്ചൊന്ന് കത്തിക്കണമല്ലോ, ഒരു പകല് തീർത്തു കിട്ടണമല്ലോ. അപ്പൊ ഇതങ്ങ് ഏറ്റെടുത്തു. ശശി തരൂർ LDFിലേക്ക്. പിന്നെ 24 അവർ റിപ്പോർട്ടിംഗ് ആയി, രാത്രിയിലെ അന്തിച്ചർച്ചയായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു വാർത്ത കിട്ടുമ്പോൾ കുറഞ്ഞ പക്ഷം അതിന്റെ യുക്തി ഒന്ന് പരിശോധിക്കണ്ടേ? ശശി തരൂർ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പാർട്ടി വിട്ടുപോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ അദ്ദേഹം BJPയിലേക്ക് ചേരുകയാണെന്ന് പറഞ്ഞാല് വിശ്വസിക്കാനൊരു സുഖമുണ്ടെന്നേ. അദ്ദേഹം അവിടേക്ക് ചെന്നാല് MP സ്ഥാനം രാജിവെച്ചിട്ട് ചെല്ലുന്നെന്ന് വിചാരിക്കുക. വേണമെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ട് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആക്കും. BJPക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചുകൂടുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ, സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ കേരളത്തിൽ LDFിൽ ചേർന്നിട്ട് എന്താവാനാ? അങ്ങനെയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MP സ്ഥാനം നഷ്ടപ്പെടും. പിന്നെ എവിടെയെങ്കിലും മത്സരിച്ച് MLA ആവാം. അടുത്തോടെ LDF അധികാരത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല, വരാനൊരു സാധ്യതയുമില്ല. അത് ഒരു MLA ആയിട്ട്, LDFിന്റെ ഒരു MLA ആയിട്ട് തുടരും. ഇനി ജയിച്ച അധികാരത്തിൽ LDF വീണ്ടും വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാ കരുതുക. ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കൂ, ചിലപ്പോൾ ഒരു മന്ത്രിയാക്കിയേക്കും. ഒരു യുക്തി വേണ്ടേ? നമ്മുടെ ഒരു രാഷ്ട്രീയ വാർത്ത, ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതങ്ങ് ഏറ്റുപിടിച്ചു. അപ്പൊ എന്തുകൊണ്ട് TP രാമകൃഷ്ണൻ പറഞ്ഞത്? ഞങ്ങൾ കഥ തുറന്ന് കാത്തിരിക്കുകയാണെന്ന്. CPMന്റെ നയങ്ങളുമായി ഒത്തുപോകാൻ നമ്മുടെ ശശി തരൂർ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാമെന്ന്, സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തൊരു ഉളുപ്പില്ലായ്മയാ! ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പാർട്ടിയിൽ സത്യം പറഞ്ഞതിന് ആളുകളെ പുറത്താക്കുക, പാർട്ടിയുടെ അപമാനം നേരിട്ടതിന് പുറത്തുപോയവരെ വർഗവഞ്ചകയാക്കുക. അപ്പൊ നിങ്ങള് ശശി തരൂരിനെ കുറിച്ച് എന്താ കരുതിവെച്ചിരിക്കുന്നത്? എന്താണ്? കഥകം തുറന്ന് കാത്തിരിക്കുകയാണെന്ന് നമ്മുടെ TP രാമകൃഷ്ണൻ സാഹു. ശശി തരൂർ ഈ വാർത്ത പാടെ നിഷേധിച്ചു എന്നൊക്കെ പത്രങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ. ദുബായിലെ ചില വ്യവസായ പ്രമുഖര്, മലയാളികൾ, അവരാണ് ശശി തരൂരിനെ LDFിലേക്ക് കൊണ്ടുവരുന്നതിന് മധ്യസ്ഥത വഹിച്ചത് എന്നാണ് പറയുന്നത്. ഒരു വ്യവസായിയാണോ, ഒന്നിലേറെ വ്യവസായികളാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ആരാ? അവർക്ക് എന്താ ലക്ഷ്യം? അവരുടെ കച്ചവടം നടക്കണം, കേരളത്തിന് പുറത്തും അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം. അതിനവർക്ക് മോഡിയെ വേണം, പിണറായിയെ വേണം, UPയിലാണെങ്കിൽ യോഗി ആദിത്യനാഥ് വേണം, തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ വേണം. ഇനി കേരളത്തില് UDF അധികാരത്തിൽ വന്ന UDFിന്റെ മുഖ്യമന്ത്രിയും വേണം. അതിനപ്പുറത്ത് അവർക്ക് എന്താണ് താല്പര്യം? അവരെന്തിനാണ് LDFിലേക്ക് ശശി തരൂരിനെ കൊണ്ടുപോകാൻ വേണ്ടി ദുബായില് ചരടുവലികൾ നടത്തുന്നത്? ശശി തരൂർ LDFിലേക്ക് വന്ന ഉടനെ പിണറായി 3ാം വട്ടം മുഖ്യമന്ത്രിയാകുമെന്നാണോ? ഇതൊക്കെ ആര് പറഞ്ഞു, ആരോടാ പറയുന്നത്? TP രാമകൃഷ്ണൻ ഇന്നലെ തുറന്നു വെച്ച വാതില് ഇന്നും തുറന്നിരിക്കുകയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഭഗവതി കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും രാമേട്ടൻ ആ വാതിൽക്കൽ തന്നെ ഉണ്ടോ? നമുക്കതിനെ കുറിച്ച് യാതൊരു തിട്ടവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെയാണെങ്കിലും പയ്യന്നൂരില്, കൊട്ടാരക്കരയില്, അല്ലെങ്കിൽ സജി ചെറിയാന്റെ പ്രസംഗം, ഇനി രാജേന്ദ്രന്റെ BJPയിലേക്കുള്ള പോക്ക്, മണിയാശാന്റെ ഭീഷണി, പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി, ഇതൊക്കെ നടക്കുമ്പോൾ CPMനെ സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്ന എന്റെ അഭിപ്രായം. അതായത് നമ്മുടെ MV ഗോവിന്ദൻ മാക്സ് എന്ന് പറഞ്ഞത് കേട്ടായിരുന്നു. അവരുടെ ഈ ഗ്രഹ സന്ദർശനത്തിനെ കുറിച്ച് നേതാക്കള് വീടുകളിലേക്ക് ചെല്ലുന്നു, സംസ്ഥാപരാധങ്ങൾ ഏറ്റുപറയുന്നു, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നു, എച്ചിൽ പാത്രങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി, കേരളത്തിലെ ജനങ്ങൾക്ക് CPMനോട് യാതൊരു പിണക്കവും ഇല്ല. വലിയ സന്തോഷമാണ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഈ ശബരിമല കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി. ഞങ്ങൾ വിചാരിച്ചത് ഈ പത്മകുമാറും വാസുവും അവരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്നാണ്. പക്ഷെ സോണിയാഗാന്ധിയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പടം കണ്ടപ്പോഴാണ് അയ്യോ നമ്മുടെ പത്മകുമാർ പാവമാണ്, വാസുവണ്ണൻ നിരപരാധിയാണ് എന്നൊക്കെ മനസ്സിലായത്. സത്യം മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് പറയുന്നത് തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് വോട്ട് ചെയ്യും.